താനാണ് ട്രൈറ്റർ എന്നുള്ള വിവരം സുയികയെ അറിയിക്കുകയാണെങ്കിൽ രാജാവിൻ്റെ ജീവനും അപകടത്തിലാവും, അതേപോലെ തന്നെ സുയികയുടെ ജീവൻ അപകടത്തിലാവും എന്നുള്ള യാവോയുടെ ഭീഷണി കാരണം ഇക്ഷ്യാവോയ്ക്ക് സുയികയോട് അതൊന്നും പറയാതെ തിരികെ പോവേണ്ടി വരുന്നു. തിരികെ വന്ന അവൾ കുറേ സമയം ആലോചിച്ച ശേഷം റുയാനെ സ്വതന്ത്രമാക്കുന്നുണ്ട്. അവൾ പറയാതെ തന്നെ മിങ്ജുങ്റാൻ ആരാണെന്ന് താൻ കണ്ടെത്തി കഴിഞ്ഞുവെന്ന് ഇക്ഷ്യാവോ പറയുന്നുണ്ടെങ്കിലും റുയാൻ അത് വിശ്വാസം വരുന്നില്ല. അവസാനം യാവോ ആണ് അതെന്ന് ഇക്ഷ്യാവോയ്ക്ക് തുറന്ന് പറയേണ്ടി വരുന്നു. പിന്നെ അവന് വേണ്ടി വെറുതെ അവളുടെ ജീവിതം നശിപ്പിച്ചു കളയാതെ അവളെ കൊല്ലാൻ ശ്രമിച്ച് അവനെ മറന്ന് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാനും ഇക്ഷ്യാവോ അവളെ ഉപദേശിക്കുന്നുണ്ട്. അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് പണവും അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ടാണ് അവളെ അവിടെ നിന്ന് ഇക്ഷ്യാവോ പറഞ്ഞയക്കുന്നത്. തിരികെ പോകുന്ന വഴി റുയാൻ ചിന്തിച്ചത് യാവോ ഇതിനു മുമ്പ് അന്ന് സുയികയെ അവനെ വന്ന് ചോദ്യം ചെയ്ത ദിവസം സുയികയെ പോയ ശേഷം ഇവളുടെ അടുത്ത് വന്ന് സംസാരിച്ചതിനെ പറ്റിയായിരുന്നു. അന്ന് സുയികയെ തന്നെ ചോദ്യം ചെയ്തതിനെ പറ്റിയൊക്കെ റുയാൻ അവനോട് പറഞ്ഞിരുന്നു. അവൾ അന്ന് നൽകിയ മറുപടിയും അവൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. പിന്നെ താൻ എന്താണ് ഈ ചെയ്യുന്നതെന്ന് അറിയാൻ അവൾക്ക് ആഗ്രഹമുണ്ട് എന്ന് യാവോ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ താൻ തയ്യാറാണെന്നാണ് അവൾ പറയുന്നത്. അല്ലാതെ അവൻ്റെ പ്ലാനിനെ പറ്റിയൊന്നും അറിയാൻ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചിരുന്നില്ല. അവൻ്റെ ഒപ്പം എപ്പോഴും സന്തോഷത്തോടെ കഴിയണമെന്ന് മാത്രമായിരുന്നു അവൾ ആഗ്രഹിച്ചത്. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് അവളിപ്പോൾ യാവോയുടെ താമസ സ്ഥലത്തിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾ അതിന് മുന്നിലെത്തിയപ്പോഴേക്കും അവൻ 3-4 പെണ്ണുങ്ങൾക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവനെ കണ്ടതും ഇവൾ വേഗം ഒളിച്ചു നിൽക്കുന്നു. അവനാണെങ്കിൽ ഇവളിങ്ങനെ മിസ്സിങ് ആയതിൻ്റെ യാതൊരു വിഷയവുമില്ലാതെ ആ പെൺകുട്ടികൾക്കൊപ്പം സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് അവരെയും കൂട്ടി ഫുഡ് കഴിക്കാനെന്തോ പോവുകയാണ്. ഇത് കണ്ടപ്പോൾ റുയാന് ഒന്നുകൂടി വിഷമമാവുന്നു. സുയികയുടെ സംഘം വുയിങ്ങിൻ്റെ സംഘത്തെ ആക്രമിച്ച് ആ മിനിസ്റ്ററെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയെങ്കിലും വുയിങ്ങും വേറെ കുറച്ച് ഡെത്ത് ക്യാമ്പ് മെമ്പേഴ്സും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ ഒരു ഒഴിഞ്ഞ വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും അത്യാവശ്യം നന്നായി പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ അധികം വൈകാതെ സുയികയുടെ ആൾക്കാർ അവിടെ എത്തി അവരെ കണ്ടുപിടിക്കുന്നുണ്ട്. വുയിങ്ങും വേറെ 2 പേരുമായിരുന്നു ഇങ്ങനെ രക്ഷപ്പെട്ട് വന്നവരുണ്ടായിരുന്നത്. കീഴടങ്ങേണ്ടി വരും എന്നുള്ള അവസ്ഥയിലെത്തിയപ്പോൾ വുയിങ് കൂടെ ഉണ്ടായിരുന്നവരെ കൊല്ലാൻ തുടങ്ങുന്നു. എന്തായാലും അവൾ സത്യങ്ങളൊന്നും സുയികയോട് പറയില്ല. കൂടെയുള്ളവരും പറയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഒരാളെ കൊന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് സുയികയെ ചാടി വീണ് മറ്റേ ആളെ കൊല്ലുന്നതിൽ നിന്ന് അവളെ തടയുന്നു. അവൾ സ്വന്തം ജീവൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതിനും സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ 2 പേരും ഇവരുടെ പിടിയിലാവുന്നു. ആ സമയത്തും നീ അധികം സന്തോഷിക്കേണ്ട, നിന്റെ നാശം അടുക്കാറായിരിക്കുന്നുവെന്ന് വുയിങ് അവനോട് പറയുന്നുണ്ട്. പിന്നെ പറ്റാവുന്നതുപോലെയൊക്കെ അവനെ അറ്റാക്ക് ചെയ്യാനും ശ്രമിക്കുന്നു. അവസാനം അവളെ ബോധം കെടുത്തിയിട്ടാണ് സുയികയ്ക്ക് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നത്. വുയിങ്ങിനെ കൊണ്ടുപോയി പറ്റാവുന്നതുപോലെയൊക്കെ ടോർച്ചർ ചെയ്ത് അവളോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും വിട്ടു പറയാൻ തയ്യാറാവുന്നില്ല. ആ മിനിസ്റ്ററെ കൊന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് പ്രൈം മിനിസ്റ്ററൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും എത്രയും പെട്ടെന്ന് അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയതെന്ന് സുയിക ചോദിക്കുന്നു. പക്ഷേ തനിക്ക് അവിടുത്തെ കോർട്ടിലെ കാര്യങ്ങളൊന്നും അറിയില്ല, അതിനകത്ത് ഇടപെടേണ്ട ആവശ്യം എനിക്കില്ല എന്നാണ് വുയിങ് പറയുന്നത്. അവൻ പിന്നെ പലതും ചോദിച്ചിട്ടും അവളൊന്നും വിട്ടു പറയാൻ തയ്യാറാവുന്നില്ല. സുയികയാണെങ്കിൽ വളരെ ക്രൂരമായ രീതിയിൽ അവളെ ഉപദ്രവിക്കാനും ശ്രമിക്കുന്നുണ്ട്. അവൾ സത്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും അവളുടെ കൂടെ പിടികൂടിക്കൊണ്ട് വന്ന മറ്റേ ആൾ ഉപദ്രവങ്ങളൊക്കെ ഏറ്റു കഴിയുമ്പോൾ സത്യം പറയാൻ തയ്യാറാവും. അതുകൊണ്ട് അവൾ എത്ര പിടിച്ചു നിന്നിട്ടും കാര്യമില്ല എന്ന് സുയിക അവളോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഫുയോ അങ്ങോട്ടേക്ക് വന്നിട്ട് മറ്റേ ആളെല്ലാം തുറന്നു പറയാൻ തയ്യാറായി എന്ന് അറിയിക്കുന്നത്. അങ്ങനെ സുയിക അയാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അത് പറയാനായിരുന്നു ഫുയോ വന്നത്. മരിക്കുന്നതിന് മുമ്പ് അയാൾ ആകെ പറഞ്ഞത് തങ്ങൾക്ക് ഇങ്ങനെ ഒരു മിനിസ്റ്ററെ കൊല്ലാനുള്ള ഓർഡർ മിങ്ജുങ്റാൻ തന്നുവെന്ന് മാത്രമായിരുന്നു. മിങ്ജുങ്റാൻ പറയുന്ന ഓർഡറെല്ലാം അനുസരിക്കാൻ ഷാജിങ്ഷി ഇവർക്ക് ഓർഡർ നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്രയും വിവരങ്ങളല്ലാതെ കൂടുതലൊന്നും അയാളിൽ നിന്നും ഇവർക്ക് കിട്ടിയിരുന്നില്ല. റുയാൻ ഈ സമയം ആകെ നിരാശയായിട്ട് അവിടെയുള്ള ഒരു അരുവിയിൽ ചാടി ജീവൻ എടുക്കാനായി പോകുന്നുണ്ട്. ഇക്ഷ്യാവോയ്ക്ക് ഇവളിങ്ങനെ എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായത് കാരണം അവൾ അറിയാതെ ഇവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ തക്ക സമയത്ത് അവിടെ എത്തി ഇവളെ രക്ഷപ്പെടുത്തുന്നു. റുയാനാണെങ്കിൽ ഇനി തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷകളൊന്നുമില്ല, ജീവിതം അങ്ങേയറ്റം എത്തി എന്നുള്ള രീതിയിൽ ആകെ നിരാശയായിട്ട് എന്തിനാണ് തന്നെ രക്ഷപ്പെടുത്തിയതെന്ന് ഇക്ഷ്യാവോയോട് ചോദിക്കുന്നുണ്ട്. ഇക്ഷ്യാവോ കുറേ സമയമെടുത്ത് അവളെ ഉപദേശിച്ച് അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നു. ഞാനും ഇതേപോലെ ഏറ്റവും വിശ്വസിക്കപ്പെട്ട ഒരാൾ ചതിക്കപ്പെട്ടവളാണ്. അതുകൊണ്ട് നമ്മുടെ 2 പേരുടെയും അനുഭവങ്ങൾ സമാനമാണ്. നീ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ ജീവിതത്തെക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇക്ഷ്യാവോ അവൾക്ക് ധൈര്യം നൽകുന്നുണ്ട്. എന്താണ് തനിക്ക് യാവോയുടെ കാര്യത്തിൽ ഇത്ര വിഷമം ഉണ്ടാവാൻ കാരണമെന്ന് ഇക്ഷ്യാവോ റുയാൻ ഈ സമയം അവളോട് പറയുന്നു. ചെറുപ്പം മുതലേ റുയാൻ ആ ഡാൻസ് ഹൗസിലായിരുന്നു വളർന്നത്. ഇന്നത്തെ നിലയിലുള്ള ഒരു ഡാൻസർ ആവുന്നതിന് വേണ്ടിയിട്ട് അവൾക്ക് ഒരുപാട് പീഡനങ്ങൾ അവിടെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ മാനേജർ അവളെ ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു. ആ നശിച്ച ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവൾ അന്നേ ജീവൻ എടുക്കാൻ ശ്രമിച്ചതായിരുന്നു. ആ സമയത്താണ് അവിടെ എത്തിയ യാവോ ഇത് കണ്ട് അവളെ രക്ഷപ്പെടുത്തിയതും ആ മാനേജറെ ശരിക്കും ശിക്ഷിക്കുന്നതും. എന്നിട്ട് അവൻ ഈ ഡാൻസ് ഹൗസ് വാങ്ങിയിട്ട് അത് ഇവൾക്ക് സ്വന്തമായിട്ട് നടത്താനായിട്ട് നൽകുകയായിരുന്നു. അതിനുശേഷമാണ് ഇവൾക്ക് ഇങ്ങനെയുള്ള ഒരു നല്ല ജീവിതം കിട്ടുന്നത് തന്നെ. ബാക്കി എല്ലാവരും എന്നെ വളരെ താഴ്ന്ന ഒരു ഡാൻസറായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ യാവോ മാത്രമാണ് ഒരു മനുഷ്യനെന്ന രീതിയിൽ എനിക്ക് നല്ല പരിഗണന നൽകിയിട്ടുള്ളത്. ഡാൻസ് ഹൗസിൽ വരുന്ന മിനിസ്റ്റർമാരുടെയും മറ്റു ഒഫീഷ്യൽസിൻ്റെയും അടുത്ത് നിന്ന് വിവരങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഞാൻ അദ്ദേഹത്തിന് നൽകും എന്നൊക്കെ റുയാൻ വിഷമത്തോടെ പറയുന്നുണ്ട്. മുമ്പ് അവൻ നിന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടെങ്കിലും നിനക്ക് വേണ്ടി ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും
ഇപ്പോൾ നിന്നെ കൊല്ലാൻ ശ്രമിച്ചതോടെ ആ ബാധ്യതകളെല്ലാം വീട്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ അവന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കാതെ നിനക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കാൻ ഇക്ഷ്വാകു അവളെ ഉപദേശിക്കുന്നു. സുയിക ഈ സമയം കയ്യിൽ കുറേ ബ്ലഡൊക്കെ പൊട്ടിക്കൊണ്ട് വുയിങ്ങിൻ്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലുന്നു. മറ്റേയാളെ താൻ ശരിക്കും ഉപദ്രവിച്ചു എന്നൊക്കെ അവളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ വരുന്നത്. എന്നിട്ട് മെങ്ജുംഗ്രാൻ ആരാണ് എന്നും അവൻ വുയിങ്ങിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ വുയിങ് ഇപ്പോഴും അവൻ ഈ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഡെത്ത് ക്യാമ്പിലെ മെമ്പേഴ്സ് എന്തൊക്കെ സംഭവിച്ചാലും കൂടെയുള്ളവരെ ഒറ്റ കൊടുക്കാൻ തയ്യാറാവില്ല. അതേ രീതിയിലാണ് അവരെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇത് താൻ വിശ്വസിക്കില്ല. പിന്നെ മെങ്ജുംഗ്രാൻ്റെ ശരിക്കുള്ള ഐഡന്റിറ്റി തനിക്കറിയില്ല. ഷാജിങ്ഷിയുടെ പ്ലാനിനെ പറ്റിയും തങ്ങൾക്കറിയില്ല. തരുന്ന ഓർഡർ അനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമാണ് തങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ വുയിങ് പറയുന്നു. എന്നിട്ട് സുയികയെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവൾ ഇക്ഷ്വാകുയെ പിടികൂടിക്കൊണ്ടുവന്ന കാലം മുതൽ താൻ അവളെ ഉപദ്രവിച്ചിട്ടുള്ള രീതികളൊക്കെ അവനോട് വിശദമായി പറയുന്നു. അവളെ എൻ്റെ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നതിന് എനിക്കൊരു കഷ്ണം ബ്രെഡിൻ്റെ മാത്രം ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് പട്ടിണി കിടന്ന അവസ്ഥയിൽ നിന്നാണ് ഞാൻ അവളെ അവിടേക്ക് കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് ഇക്ഷ്വാകുയെ പല രീതിയിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയതിനെ പറ്റിയൊക്കെ വുയിങ് പറയുന്നു. പിന്നെ 6 മാസത്തോളം ഒട്ടും വെളിച്ചം കിടക്കാത്ത ഒരു ഇരുട്ടറയിൽ ഇക്ഷ്വാകുയെ തടവിലാക്കിയതിനെ പറ്റിയും അവൾ പറയുന്നുണ്ട്. അന്ന് പുറത്തു നിന്നുള്ള ഒരു ശബ്ദമോ വെളിച്ചമോ ഒന്നും ഇക്ഷ്വാകുയ്ക്ക് കാണാൻ പറ്റുമായിരുന്നില്ല. 6 മാസം അതിനുള്ളിൽ കഴിഞ്ഞത് എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവനെ പ്രകോപിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അത് ശരിക്കും ഫലം കാണുകയും ചെയ്യുന്നു. സുയികയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് നന്നായി രക്തം തിളച്ച് അവൻ ഇവരെ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ കൺട്രോൾ ചെയ്യുന്നു. തന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ച് തൻ്റെ കൈകൊണ്ട് മരിക്കുകയാണ് വുയിങ്ങിൻ്റെ ഉദ്ദേശമെന്ന് അവൻ അറിയാം. അതുകൊണ്ട് അവൻ പെട്ടെന്ന് കൺട്രോൾ ചെയ്ത് പിന്മാറിയിട്ട് ഞാൻ നിന്നെ അങ്ങനെ എളുപ്പത്തിൽ കൊല്ലില്ല. നീ അവളെ അനുഭവിപ്പിച്ച വേദന അതിൻ്റെ 10 ഇരട്ടിയായിട്ട് നിന്നെ കൊണ്ട് അനുഭവിപ്പിച്ചിട്ട് ഞാൻ കൊല്ലുകയുള്ളൂ എന്ന് സുയിക പറയുന്നുണ്ട്. ഈ സമയം വുയിങ് സൂയിസൈഡ് ചെയ്യാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും സുയിക അതും തടയുന്നു. നാക്ക് കടിച്ചു മുറിക്കാതിരിക്കാൻ വേണ്ടി അവൻ അവളുടെ മുഖത്തിട്ടെണ്ണം കൊടുത്ത് അവൻ്റെ ഷേപ്പ് തന്നെ മാറ്റിക്കളയുന്നുണ്ട്. ഇക്ഷ്വാകു ഈ സമയം സുയികയെ പറ്റി തന്നെ ചിന്തിക്കുകയായിരുന്നു. അവൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് കരുതുന്ന യാവോ തന്നെയാണ് അവനെ ചതിക്കാൻ ശ്രമിക്കുന്നത് എന്നറിഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് അവളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ജീഷുവിൽ ഷാജിങ്ഷിയും പ്രിൻസസും അവരുടെ കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു. ആദ്യം രാജാവിനെ കാണാൻ പോകുന്നതിന് പകരം അവൻ രാജ്ഞിയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് താനും കൂടെ വരാമെന്ന് പ്രിൻസസ് പറയുന്നുണ്ട്. ഷാജിങ്ഷിക്ക് ആദ്യം അതിന് സമ്മതമായിരുന്നില്ല. പിന്നെ അവളും കൂടെ വരുന്നത് ചിലപ്പോൾ അവനിപ്പോൾ ഇങ്ങനെ ഓടി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഹെൽപ്പ് ചെയ്തേക്കും എന്ന് വേറാൻ കൂടി ഉപദേശിക്കുന്നതിനാൽ അവസാനം ഇക്ഷ്വാകുവോടൊപ്പം തന്നെ രാജ്ഞിയെ കാണാൻ പോകാൻ അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ഒരുമിച്ചാണ് രാജ്ഞിയുടെ മുന്നിലേക്ക് ചെല്ലുന്നത്. അവൻ അവിടെ ഒരു മാട്രിലോക്കൽ ഹസ്ബൻഡായിട്ട് ജീവിക്കണം എന്നുള്ള ഓർഡർ നൽകിയിട്ടും അത് ധിക്കരിച്ച് ഇങ്ങനെ വന്നത് എന്താണെന്ന് രാജ്ഞി ആദ്യമേ തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്. ഷാജിങ്ഷി അതിന് കുറച്ച് എക്സ്ക്യൂസുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും രാജ്ഞിക്ക് ഒന്നും കൺവിൻസ് ആവുന്നില്ല. അവനിങ്ങനെ ബുദ്ധിമുട്ടുന്നത് കണ്ട് പ്രിൻസസും അവനെ സപ്പോർട്ട് ചെയ്ത് രാജ്ഞിയോട് സംസാരിക്കുന്നു. അവൻ ഇവിടെ വളരെ ആത്മാർത്ഥത കാണിക്കുന്ന കൂട്ടത്തിലാണ്. അത് മനസ്സിലായതുകൊണ്ടാണ് ശത്രുരാജ്യത്ത് നിന്നുള്ള രാജകുമാരി ആയിട്ട് പോലും താൻ അവനെ സഹായിക്കാൻ തയ്യാറായത്. അങ്ങനെയാണ് അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്തതെന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ രാജ്ഞിക്ക് ശരിക്കും ദേഷ്യം വരുന്നു. അവൾ അങ്ങനെയൊക്കെ ചെയ്തതിന് അവൾക്ക് നന്ദി പറയണമെന്ന് ചോദിച്ച് രാജ്ഞി അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ ഷാജിങ്ഷിയോട് തനിക്ക് തനിച്ച് സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് അവൾ പുറത്തേക്ക് പോകാനും അവർ ആവശ്യപ്പെടുന്നു. അങ്ങനെ പ്രിൻസസിന് പുറത്തേക്ക് പോകേണ്ടി വരുന്നു. രാജ്ഞി പ്രധാനമായിട്ടും അവനോട് തനിച്ച് സംസാരിച്ചത് ഇക്ഷ്വാകുവോയുടെ കാര്യമായിരുന്നു. അവർ തമ്മിലുള്ള റിലേഷനെ പറ്റിയൊക്കെ രാജ്ഞിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇവനിപ്പോൾ അവൾക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ചിട്ട് ഇവളെ എങ്ങനെ വിവാഹം കഴിച്ചിരിക്കുന്നത് കാരണം അവളോട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും എന്നാണ് രാജ്ഞി അവനോട് ചോദിക്കുന്നത്. തങ്ങളുടെ റിലേഷനെ പറ്റിയൊക്കെ രാജ്ഞിക്ക് അറിയാമായിരുന്നു എന്നുള്ളത് ഷാജിങ്ഷി അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവൻ അതിർത്തിയിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ തനിക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു എന്ന് അവനെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് രാജ്ഞി ഇക്കാര്യം അവനോട് പറയുന്നത്. ഈ സമയത്ത് പ്രിൻസസ് പുറത്ത് തനിച്ച് വെയിറ്റ് ചെയ്യുകയാണല്ലോ. അവിടെയുള്ള ആരും അവളോട് സൗഹൃദം കാണിക്കുകയോ ഒന്ന് ചിരിക്കുകയോ പോലും ചെയ്യുന്നില്ല. ആകെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് അവൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ആദ്യമായിട്ട് അവൾക്ക് അവളുടെ അച്ഛനെയും ബ്രദറിനെയും അവളുടെ കൊട്ടാരവും ഒക്കെ മിസ് ചെയ്യുന്നു. അവരെക്കുറിച്ച് ഓർത്ത് അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഷാജിങ്യാൻ അതുവഴി വരുന്നത്. അവൻ രാജാവാണെന്ന് മനസ്സിലായെങ്കിലും അവൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ അവൻ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അവളോട് അവിടെ മുട്ടുകുത്തിയിരിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൾ അവൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. അത് ഷാജിങ്ഷിയുടെ വൈഫാണ് എന്ന് അറിഞ്ഞപ്പോൾ അവളുടെ മുഖം തന്നെ കാണിക്കാൻ ഷാജിങ്യാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൾ മുഖം ഉയർത്തി നോക്കിയപ്പോൾ ശരിക്കും ഷാജിങ്യാൻ ആദ്യ കാഴ്ചയിൽ തന്നെ അവളെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ അവനൊരു പെൺകോന്തനാണല്ലോ. സുന്ദരിയായ അവൾ ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ്റെ മനസ്സിലേക്ക് തുളച്ച് കയറി എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നിൽക്കാതെ അവൻ രാജ്ഞിയുടെ അടുത്തേക്ക് പോയ ഷാജിങ്ഷിയെ കൊല്ലാനെന്നോണം അവിടെ നിന്ന് ഒരു വാളും ഊരിക്കൊണ്ട് ഓടി അങ്ങോട്ടേക്ക് പോകുന്നു. അത് കണ്ടുകൊണ്ട് പ്രിൻസസും അവന് പിന്നാലെ ഓടുന്നുണ്ട്. ഷാജിങ്യാൻ ആ മുറിയിലേക്ക് ചെന്ന് ഷാജിങ്ഷിയെ കണ്ടപ്പോൾ ആദ്യം തന്നെ അവൻ്റെ നേരെ വാളോങ്ങുന്നുണ്ടെങ്കിലും പ്രിൻസസ് ഓടി വന്ന് അവനെ തട്ടിയൊരു സൈഡിലേക്ക് എറിയുന്നു. അവളിങ്ങനെ ചെയ്തത് ഷാജിങ്യാനെ ശരിക്കും ഷോക്കാക്കുന്നുണ്ട്. പിന്നെ അപ്പോഴേക്കും അയാളുടെ സെർവൻറ്റും
രാജ്ഞിയുമൊക്കെ കൂടി അയാളെ തടയുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ തൽക്കാലം അടങ്ങുന്നുണ്ട്. ഷാജിങ്ഷി എന്തായാലും സാഹചര്യം മനസ്സിലാക്കി പെട്ടെന്ന് അവിടെ മുട്ടുകുത്തിയിരുന്ന് ഷാജിങ്യാനോട് അവൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ വന്നതിനൊക്കെ മാപ്പ് ചോദിക്കുന്നു. പക്ഷെ അവനീ കാണിക്കുന്നതിനൊന്നും ഒട്ടും ആത്മാർത്ഥതയില്ല. അവനൊരു ചതിയനാണ്, ആട്ടിൻതോലണിഞ്ഞ ചെന്നായിയാണ് എന്നൊക്കെ ഷാജിങ്യാന് നന്നായി അറിയാം. അതുകൊണ്ട് ഈ അവനെയൊന്നും ഷാജിങ്യാൻ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവനങ്ങ് അടങ്ങുന്നുവെന്ന് മാത്രം. എന്നിട്ടും അവർക്ക് താമസിക്കാനായിട്ട് അവൻ അറേഞ്ച് ചെയ്യുന്നത് അവിടുത്തെ ഏറ്റവും മോശമായിട്ടുള്ളൊരു കൊട്ടാരമാണ്. പ്രിൻസസിന് അതിനെക്കുറിച്ച് മനസ്സിലാവുന്നില്ല. ഷാജിങ്ഷി അതിൽ എതിർപ്പൊന്നുമില്ലാത്തതുപോലെ അവിടെ നിന്ന് പോകുന്നുണ്ട്. സുഷിയിലെ കൊട്ടാരത്തിൽ രാജാവിന് സുഖമില്ലാതെ ആയതുകൊണ്ട് കോർട്ടിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നത് പ്രൈം മിനിസ്റ്ററുടെ നേതൃത്വത്തിലാണല്ലോ. അവിടെയുള്ള മിക്കവാറും മിനിസ്റ്റർമാരെല്ലാം അയാളുടെ കൺട്രോളിൽ തന്നെ ഉള്ളവരാണ്. ഇപ്പോൾ ആ വിങ്ങിൻ്റെ ഒക്കെ ആക്രമണത്തിൽ മറ്റേ മിനിസ്റ്റർ കൊല്ലപ്പെട്ടു എന്നാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് പുതിയൊരു മിനിസ്റ്റർ തിരഞ്ഞെടുക്കണം. ആരെ തിരഞ്ഞെടുക്കണമെന്നുള്ള ചർച്ചയാണ് ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത്. പ്രൈം മിനിസ്റ്ററുടെ ആൾക്കാർ തന്നെയാണല്ലോ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്റർ നേരത്തെ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത് പോലെ 3-4 പേർ എഴുന്നേറ്റ് നിന്ന് 3 പേരുടെ പേരുകൾ മെയിനായിട്ടും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 3 പേരും പ്രൈം മിനിസ്റ്ററുടെ ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് അതിൽ ആരെ വെക്കുന്നതിനും പ്രൈം മിനിസ്റ്റർക്ക് എതിർപ്പില്ല. പിന്നെ ആലോചിച്ചിട്ട് ശരിയായിട്ടുള്ള ആളെ തന്നെ ആ സ്ഥാനത്തേക്ക് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് തൽക്കാലം അവർ മീറ്റിംഗ് തിരിച്ചു വിടുന്നു. ബാക്കി മന്ത്രിമാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഈ സ്ഥലത്തിന് പുറകിലായി തന്നെ മറിഞ്ഞിരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്ന രാജ്ഞി പുറത്തേക്ക് വന്നിട്ട് ഈ 3 പേരിൽ ആര് വാർ മിനിസ്റ്റർ ആയാലും നമുക്ക് ഒരേപോലെ അല്ലേ എന്ന് പ്രൈം മിനിസ്റ്ററോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അയാൾ അതിന് മറുപടി പറയാതെ രാജാവിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്ന് രാജ്ഞി അറിയിക്കുന്നുണ്ട്. ജീഷുവിൽ ഈ സമയം ഷാജിങ്യാനെ രാജ്ഞി ശരിക്കും വഴക്ക് പറയുന്നുണ്ട്. കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണോ നീ ഷാജിങ്ഷയെ തിരികെ വിളിപ്പിച്ചതെന്ന് ചോദിച്ചാണ് അവർ അവനെ വഴക്ക് പറയുന്നത്. ഷാജിങ്യാൻ ഇവരുടെ സ്വന്തം മകനാണെങ്കിലും ഭരണപരമായ കാര്യങ്ങളിലും മിലിറ്ററി കാര്യങ്ങളിലും ഒന്നും അവന് ഷാജിങ്ഷിയുടെ അത്ര കഴിവില്ല എന്ന് രാജ്ഞിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് രാജ്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലനിൽക്കണമെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഷാജിങ്ഷി ആവശ്യമാണ് എന്നും അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ അവനെ നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഷാജിങ്യാന് പക്ഷേ ഷാജിങ്ഷിയുടെ കാര്യത്തിൽ ഒരു വിശ്വാസവും ഇല്ല. അവൻ ഏത് സമയത്തും തങ്ങളെ ചതിക്കാം. അവൻ ശരിക്കും ഒരു ചെന്നായിയാണ്. അമ്മ അവനെ വിശ്വസിക്കരുത് എന്നൊക്കെ രാജ്ഞിയോട് എപ്പോഴും പറയുന്നുണ്ടെങ്കിലും അവരതത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. അവന് രാജാവെന്നുള്ള സ്ഥാനം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഷാജിങ്ഷി ജീവനോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ് എന്നൊക്കെ അവർ അവനോട് പറയുന്നുണ്ട്. പിന്നെ അവർക്ക് ആകെയുള്ള ഒരു പിടിപാട് എന്താണെന്ന് വെച്ചാൽ ഷാജിങ്ഷിയെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗം തൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അവനെ പോയിസൺ നൽകിയിരിക്കുന്നത് ഇവരാണ്. അതുകൊണ്ട് അവൻ താൻ പറയുന്നതിനപ്പുറം പോവില്ല എന്നാണ് അവരുടെ വിശ്വാസം. തങ്ങൾക്ക് താമസിക്കാൻ കിട്ടിയിരിക്കുന്ന കൊട്ടാരം കണ്ടപ്പോൾ പ്രിൻസസിന് ശരിക്കും വിഷമാവുന്നു. അവിടെ ആൾതാമസമൊന്നും ഇല്ലാത്തതുപോലെ ആകെ പൊടി പിടിച്ച് നാശമായി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അതവിടെയുള്ള ആ സെർവൻസൊക്കെ അസുഖം വരുമ്പോൾ റിക്കവർ ആവാൻ വേണ്ടി താമസിക്കുന്ന സ്ഥലമാണ് എന്ന് വേറാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു സ്ഥലം തന്നെ തങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഷാജിങ്യാൻ നൽകിയിരിക്കുന്നത് ഷാജിങ്ഷിയെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നും വേറാൻ പറയുന്നുണ്ട്. ഷാജിങ്ഷിക്ക് പക്ഷേ അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അവിടുത്തെ കണ്ടീഷൻസൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അവൻ ആ സെർവൻറ്റിനൊപ്പം അകത്തേക്ക് പോകുന്നുണ്ട്. അവളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. അവന് പിന്നാലെ പോകാൻ തുടങ്ങിയ പ്രിൻസസിൻ്റെ കാലി സമയത്തൊന്നും അടുക്കുന്നുണ്ടെങ്കിലും ആ ശബ്ദം കേട്ടിട്ട് ഷാജിങ്ഷി ഒന്ന് തിരികെ നോക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ വേറാൻ അവൾക്ക് കൂട്ടിന് അവളുടെ ഒപ്പം അവിടെ നിൽക്കുന്നു. ഷാജിങ്ഷിക്കൊപ്പം ഒരു സെർവൻറ്റ് അകത്തേക്ക് പോയിരുന്നല്ലോ. അത് ഷാജിങ്യാൻ്റെ ഏറ്റവും അടുത്ത സെർവൻ്റാണ്. പക്ഷേ അയാൾക്ക് ശരിക്കും കൂറ് ഷാജിങ്ഷിയോടാണ്. ആരുമില്ലാത്ത സ്ഥലത്തെത്തിയപ്പോൾ അയാൾ വേഗം ഷാജിങ്ഷിയുടെ മുന്നിൽ നിന്ന് തൻ്റെ ബഹുമാനം കാണിക്കുന്നുണ്ട്. മുമ്പ് എന്തോ ഒരു നിസാര കാര്യത്തിന് രാജ്ഞി ഇയാളെ കൊല്ലുന്ന രീതിയിലുള്ള ശിക്ഷ നൽകിയിരുന്നു. അന്ന് തക്ക സമയത്ത് അവിടെ എത്തി ഇയാളെ രക്ഷപ്പെടുത്തിയത് ഷാജിങ്ഷിയാണ്. അന്നത്തേന് ശേഷമാണ് അയാളിങ്ങനെ ഷാജിങ്ഷിയോട് ആത്മാർത്ഥത കാണിക്കാൻ തുടങ്ങിയത്. ഷാജിങ്യാൻ്റെ ഏറ്റവും വിശ്വസ്തനായ സെർവൻ്റായിട്ട് മാറിയത് തന്നെ ഷാജിങ്ഷിക്ക് വേണ്ടി ന്യൂസ് ചോർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറേ കാലമായി അയാൾ ഷാജിങ്യാൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ട് ജോലി ചെയ്യുകയാണ്. ഇത്രയും കാലത്തിനിടയിൽ ഷാജിങ്യാൻ്റെ ഡെയിലി റൊട്ടീനൊക്കെ മനസ്സിലാക്കിയത് ഒരു പേപ്പറിലേക്ക് പകർത്തി എഴുതി വെച്ചിരുന്നത് അയാളിപ്പോൾ ഷാജിങ്ഷിക്ക് നൽകുന്നുണ്ട്. അത് തൻ്റെ പ്ലാൻ നടപ്പിലാക്കാനൊക്കെ ശരിക്കും ഹെൽപ്ഫുൾ ആവും എന്ന് നോക്കിക്കൊണ്ട് ഷാജിങ്ഷി സന്തോഷത്തോടെ പറയുന്നു. ഇക്ഷ്യാവോ പിന്നെയും സുയികയോട് വിവരം പറയുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ വീടിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും പുറത്തേക്കിറങ്ങി വന്ന ശുഗയെ കണ്ടുകൊണ്ട് അവൾ അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ നിൽപ്പുണ്ടായിരുന്ന യാവോയുടെ വിശ്വസ്തയായിട്ടുള്ള ആ പെണ്ണ് അതുവഴി പാസ് ചെയ്ത് പോകുന്നതിനാൽ അവൾക്ക് പിന്മാറേണ്ടി വരുന്നു. യാവോ അവിടെ തന്നെ വാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. സുയികെ അന്ന് ശരിക്കും അവൻ്റെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അവൻ കൊട്ടാരത്തിൽ പോയിരിക്കുകയായിരുന്നു. യാവോ ഇപ്പോഴും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ അവൻ്റെ ഒപ്പം കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും അവൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവൻ്റെ ചതി സുയിക അറിയുന്നില്ല. അങ്ങനെ അവർ ഓരോന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന കൂട്ടത്തിലാണ് ഒരു സെർവൻ്റ് ഓടി വന്നിട്ട് പ്രൈം മിനിസ്റ്റർ ഇമ്പീരിയൽ ഗാർഡ്സിനെ കൊണ്ട് ലിങ്ഫെങ്ങിനെ കൊല്ലാൻ തുടങ്ങുന്നു. അസിസ്റ്റന്റ് മായുടെ കീഴിലുള്ള ജിൻവു ഗാർഡ്സ് അതിനെ എതിർത്ത് നിൽക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് നടക്കാൻ പോവുകയാണ് എന്നൊക്കെ അറിയിക്കുന്നത്. അങ്ങനെ അവർ വേഗം അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ചെന്ന ഉടൻ തന്നെ സുയികെ തൻ്റെ വാളൂരി പ്രൈം മിനിസ്റ്ററുടെ നേർക്ക് നീട്ടുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ തന്നെ ബാക്കിയുള്ളവരെല്ലാം ലിങ്ഫെങ്ങിൻ്റെ അടുത്ത് നിന്ന് മാറിയിരുന്നു. ലിങ്ഫെങ്ങിൻ്റെ നേർക്ക് അയാൾ വാൾ ചൂണ്ടിയതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. അതിൻ്റെ സുഖം അയാളും കൂടി ഒന്ന് മനസ്സിലാക്കാൻ സുയികെ പ്രൈം മിനിസ്റ്ററോട് പറയുന്നു. താൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്
പ്രൈം മിനിസ്റ്റർ വിശദീകരിക്കുന്നുണ്ട്. കൊട്ടാരത്തിനുള്ളിൽ വെച്ച് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ലിങ്ഫെങ്ങിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനെ തകർക്കാൻ ആര് ശ്രമിച്ചാലും ഞാൻ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സൂര്യ തൻ്റെ വാൾ അവിടെയുള്ള ഭിത്തിയിലേക്ക് എറിഞ്ഞ് പിടിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഫിസിഷ്യൻ എന്താണ് പ്രശ്നമെന്ന് വിശദീകരിക്കുന്നത്. ലിങ്ഫെങ് കുറേ ദിവസമായിട്ട് രാജാവിനെ ട്രീറ്റ് ചെയ്യുകയാണല്ലോ. ആ പ്രിസ്ക്രിപ്ഷനൊക്കെ നോക്കിയപ്പോൾ അത് മെൻ്റൽ ഇഷ്യൂസ് ട്രീറ്റ് ചെയ്യുന്നതിനുള്ള മെഡിസിനായിട്ടാണ് അയാൾക്ക് അറിയാൻ സാധിച്ചത്. അല്ലാതെ രാജാവിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യിക്കുന്നതിനുള്ള മെഡിസിനൊന്നും അതിൽ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ദിവസങ്ങളായിട്ട് ട്രീറ്റ് ചെയ്തിട്ടും രാജാവ് ഇതുവരെ ഉണർന്നിട്ടുമില്ല. ഇപ്പോൾ രാജാവിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് ലിങ്ഫെങ് അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകാൻ തയ്യാറാവുന്നതുമില്ല. അതൊക്കെ കൊണ്ടാണ് തങ്ങൾക്കിങ്ങനെ ഫോഴ്സ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ടി വന്നതെന്ന് അയാളും പ്രൈം മിനിസ്റ്ററും കൂടി അവനോട് പറയുന്നു. പിന്നെ സൂയികയെ അവിടെ വന്ന് രാജാവിനെ കണ്ടിട്ട് പോയ ശേഷമാണല്ലോ രാജാവിന് ഇങ്ങനെ ഒരു അസുഖമുണ്ടായത്. അതേപോലെ തന്നെ ലിങ്ഫെങ്ങിനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അവനുമാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തുനിന്നും പല ചോദ്യങ്ങളും തനിക്ക് നേരിടേണ്ടി വരുന്നുണ്ട് എന്നും പ്രൈം മിനിസ്റ്റർ പറയുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ലിങ്ഫെങ്ങിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. രാജാവിന് എന്താണ് പ്രശ്നമെന്നല്ലേ നിങ്ങൾക്കൊക്കെ അറിയേണ്ടത്. അദ്ദേഹത്തിന് ട്രീറ്റ് ചെയ്ത് ആർക്കും ഭേദപ്പെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള മാരകമായിട്ടുള്ള അസുഖമാണ്. അദ്ദേഹത്തെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ലിങ്ഫെങ് വിളിച്ച് പറയുന്നു. ലിങ്ഫെങ് ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ മാ ഓടി വന്ന് അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇനി ഇത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഇത് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഷോക്കായത് സൂയികയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെ കൊണ്ടുവന്ന് വേണമെങ്കിലും അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാം, പക്ഷേ ദൈവത്തിന് പോലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. എനിക്കിനി അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാൻ വയ്യ, ഞാനിത് മടുത്തു എന്ന് പറഞ്ഞാൽ ലിങ്ഫെങ് അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. സൂര്യ വേഗം അദ്ദേഹത്തിന് പിന്നാലെ ചെല്ലുന്നു. അവിടെ നടന്ന ആ ഡിസ്കഷനെ കുറിച്ച് ആരെങ്കിലും പുറത്ത് ഒരാളോടെങ്കിലും പറയുകയാണെങ്കിൽ ആ പറയുന്ന ആളുടെ കുടുംബത്തെ മുഴുവൻ താൻ നശിപ്പിക്കും എന്നൊരു ഓർഡർ പ്രൈം മിനിസ്റ്റർ ഈ സമയം അവിടെ നിൽപ്പുണ്ടായിരുന്ന എല്ലാവർക്കുമായി നൽകുന്നുണ്ട്. സൂര്യ ലിങ്ഫെങ്ങിൻ്റെ പിന്നാലെ ഓടി ചെന്നിട്ട് അദ്ദേഹം വെറുതെ മന്ത്രിയെയും ബാക്കിയുള്ളവരെയും പറ്റിക്കാൻ കള്ളം പറഞ്ഞതല്ലേ, ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ താൻ അങ്ങനെ പറഞ്ഞതല്ല, സത്യം തന്നെയാണ്. 15 വർഷങ്ങൾക്ക് മുമ്പാണ് രാജാവിന് ഈ അസുഖം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അന്നോട്ട് ഇന്ന് വരെ അദ്ദേഹം മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയുള്ള നൂൽപാലത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ അദ്ദേഹത്തിൻ്റെ ജീവൻ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി തനിക്ക് നല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴി അന്വേഷിച്ചാണ് താനിങ്ങനെ കുറേ വർഷങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ അദ്ദേഹം അവനോട് പറയുന്നു. സൂയിക ഇതെല്ലാം കേട്ട് ആകെ തകർന്നു പോകുന്നുണ്ട്. 15 വർഷങ്ങൾക്ക് മുമ്പ് ഈ അസുഖത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് അച്ഛൻ എന്താണ് ഇതുവരെ തന്നോട് അതിനെക്കുറിച്ച് പറയാതിരുന്നതെന്ന് അവൻ സംശയിക്കുന്നു. അവൻ്റെ അമ്മയുടെ മരണം കാരണം അവൻ അദ്ദേഹത്തോട് വെറുപ്പാണല്ലോ, അതുകൊണ്ടായിരിക്കണം കാര്യം പറയേണ്ടെന്ന് തീരുമാനിച്ചത്. എനിക്കതിനെപ്പറ്റി അറിയില്ല. നിന്റെ അമ്മ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് എന്നോട് മുമ്പ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലാതെ അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നും അദ്ദേഹം പറയുന്നു. മുമ്പ് നിങ്ഫെയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇദ്ദേഹം ഒരു രഹസ്യ സ്ഥലത്തേക്ക് അയച്ചിരുന്നല്ലോ. അവിടെ പോയാൽ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്ന് സൂര്യ ചോദിക്കുന്നു. ആ സ്ഥലം നിന്റെ അമ്മ ഉണ്ടാക്കിയ സ്റ്റോം അലയൻസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അവിടെ ഉള്ളവർ നിന്റെ അമ്മയോട് കൂറുള്ളവരാണ്. അപ്പോൾ പിന്നെ അമ്മയെ കൊന്ന അച്ഛനെ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യാനാണ്? ഇനി നിന്നോടുള്ള സ്നേഹം കൊണ്ടെങ്ങാനും അവർ ട്രീറ്റ് ചെയ്യാൻ തയ്യാറായാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ലിങ്ഫെങ് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സൂര്യയ്ക്ക് പുതിയ അറിവുകളായിരുന്നല്ലോ. എന്തായാലും തൽക്കാലം അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയില്ലെങ്കിലും പറ്റാവുന്ന അത്രയും കാലം ലിങ്ഫെങ്ങിനെ കൊണ്ട് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത് ജീവൻ നിലനിർത്താൻ അവൻ അപേക്ഷിക്കുന്നുണ്ട്.